അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ പൈസ പോലും ഇല്ലേ? കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണോ നിങ്ങൾ? ദാരിദ്ര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം? എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അഫ്ളലു സ്വലാത്ത്, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ രാത്രി നിങ്ങൾ ഈ സ്വലാത്ത് വെറും 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. കടങ്ങൾ വീടിക്കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാൻ റബ്ബിനോട് ദുആ ചെയ്യുക. ജോലി ഉണ്ടാകാൻ, ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. മാത്രമല്ല, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ദാരിദ്ര്യമില്ലാതെ, കടങ്ങളില്ലാതെ, മരണം വരെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള, അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിലെ വെള്ളിയാഴ്ച രാവിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ രാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പോരിശ നൽകുന്ന ഒരു കാര്യമാണ്, ഒരു അമലാണ് സ്വലാത്ത് ചൊല്ലുന്നത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച ദിവസമൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സ്വലാത്തല്ലാത്ത നിർബന്ധമാക്കിയ നിസ്കാരം, അതുപോലെ നോമ്പ്, മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ, ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ ഇബാദത്തൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചോളണമെന്നില്ല. എന്നാൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പായും സ്വീകരിക്കുന്നതാണ്. അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരേ ഒരു അമൽ മാത്രമേ ഉള്ളൂ. അത് സ്വലാത്താണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നമുക്ക് രക്ഷപ്പെടണോ, ഇഹലോകത്തും നമുക്ക് രക്ഷ വേണമെങ്കിൽ നമ്മൾ സ്വലാത്ത് ധാരാളം ചൊല്ലുക. സ്വലാത്ത് ചൊല്ലാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയും മലക്കുകളുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ നാളെ മഹ്ശറയിൽ നമ്മൾ മറ്റുള്ളവരെ ഗീബത്ത്, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അതൊക്കെയും മറ്റുള്ളവർക്ക് പോകും. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗീബത്ത്, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്ത ഇബാദത്ത് നമുക്ക് ലഭിക്കും. എന്നാൽ മഹ്ശറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാത്ത ഒരേ ഒരു ഇബാദത്ത് അത് സ്വലാത്താണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ, അതിൻ്റെ പ്രതിഫലം നമുക്ക് മാത്രമുള്ളതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, അത് ഡയറക്റ്റായിട്ട് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നേരിട്ട് കാണുന്നതാണ്. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അത് മലക്കുകൾ മുഖേനയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നത്. സ്വലാത്ത് നമുക്കറിയാം, ധാരാളം സ്വലാത്തുണ്ട്. എന്നാൽ സ്വലാത്തുകളുടെ രാജാവ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അതായത് സ്വലാത്തുകളിൽ ഏറ്റവും മഹത്വമേറിയ സ്വലാത്ത് അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഒരു മനുഷ്യൻ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വലാത്ത് ചൊല്ലാൻ നേർച്ച വെച്ച് ചൊല്ലുകയാണെങ്കിൽ, അത് ചൊല്ലേണ്ടത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതായത് നമ്മൾ നിസ്കാരത്തിലൊക്കെ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര മുഅ്മിനീങ്ങളാണ് ഈ സ്വലാത്ത് നേർച്ച വെച്ച് ചൊല്ലിയിട്ട് പരിശുദ്ധമായ മക്കത്ത് ഹറമിൻ്റെ മണ്ണിലേക്ക് ഹജ്ജിന് എത്തിയിട്ടുള്ളത്. ഈ സ്വലാത്ത് നമ്മൾ ദിവസവും ചൊല്ലിയാൽ തന്നെ നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. മാത്രമല്ല, ജീവിതത്തിൽ പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ, അത് കടങ്ങളാകട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുറാദ് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ നിറവേറ്റിത്തരുന്നതാണ്. ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് പ്രിയപ്പെട്ടവരെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് കൊണ്ട് ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമുക്ക് എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ ലഭിക്കണോ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണമാണ് ഈ സ്വലാത്ത് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കെത്തും. രണ്ടാമതായി ലഭിക്കുന്ന നേട്ടമാണ് ടെൻഷൻ മാറിക്കിട്ടും. മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവരൊക്കെ, എന്നും ജീവിതത്തിൽ സന്തോഷമില്ലാതെ ടെൻഷനോടുകൂടി ജീവിക്കുന്ന ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ. സ്വലാത്ത് കൊണ്ട് നമുക്ക് മാറിക്കിട്ടാത്ത എന്ത് രോഗമാണുള്ളത്? എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് സ്വലാത്ത്. മാത്രമല്ല, മൂന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണമാണ് നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടും. കടങ്ങൾ ഉള്ള ആളുകളൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക്. ഇനി നാലാമത്തേത്, നമ്മുടെ മുറാദ് ഹാസിലാകും. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടും. ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ മതി. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാൻ, പാപമോചനം ലഭിക്കാൻ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പ്രകാശം നൽകും. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഖബറിൽ നമുക്ക് വലിയ ആശ്വാസമായിരിക്കും ഈ സ്വലാത്ത്. ഖബറിൽ കിടക്കുന്ന കാലത്തോളം, അന്ത്യനാൾ വരെ, അവസാന നാൾ വരെ ഈ സ്വലാത്ത് ഒരു പ്രകാശമായി, ഒരു കൂട്ടായി, ഒരു തണലായി നമ്മോടൊപ്പം ഉണ്ടാകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്ന ആളുകൾ ഒരു കച്ചവടം തുടങ്ങിയാൽ, ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർ എന്തു തന്നെ ചെയ്താലും അതിൽ പരാജയമുണ്ടാകില്ല, വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബർക്കത്തുണ്ടാകും അവരുടെ സമ്പത്തിലും, അവർ ചെയ്യുന്ന ജോലിയിലും, അവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ബർക്കത്തുണ്ടാകുകയും ഉന്നത വിജയമുണ്ടാകുകയും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇനി ഹജ്ജിനൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. ദിവസവും ഒരു 10 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് മക്കത്തെത്താൻ സാധിക്കും, ഹജ്ജ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഏത് മാർഗത്തിലാണ് നിങ്ങൾക്ക് അതിനുള്ള അവസരം നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം നൽകും. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ദിവസവും ഒരു 10-11 പ്രാവശ്യം ഈ സ്വലാത്ത് പതിവായി ചൊല്ലുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് നമുക്ക് ഖൈറാണെങ്കിൽ, ഹലാലായതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഈ സ്വലാത്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ രാവിൽ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും ഇന്നത്തെ രാവിൽ തന്നെ നിങ്ങൾ ഈ സ്വലാത്ത് ചുരുങ്ങിയതൊരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മുറാദ് അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും ദിവസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ, മറ്റ് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പരിഹാരമാർഗം കാണിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹ്ലോകത്തും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.